പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി തിരുവചനം ധ്യാനിക്കുവാനായി ഒരവസരം കൂടെ നശ്വരമായ ലോകത്തിൽ വെച്ച് നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയതോർത്ത് കർത്താവിനെല്ലാ മഹത്വവും അർപ്പിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. നമ്മൾ ഇബ്രായലേഖനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്നുള്ളതാണ് ഇബ്രായലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എന്നുള്ളത്. കർത്താവിൻ്റെ വ്യക്തിത്വത്തിൽ താൻ അതിശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇബ്രായലേഖനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഒരു താരതമ്യമാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാൾ യേശു കർത്താവ് ശ്രേഷ്ഠനാണ്. രണ്ടാമത് എന്താണ് നമ്മൾ ചിന്തിച്ചത് എന്ന് പറയാം, കൂടെ പറഞ്ഞാൽ ഇങ്ങനെ പതിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പ്രവാചകന്മാരെക്കാൾ, രണ്ട് ദൂതന്മാരെക്കാൾ, മൂന്ന് മോശയേക്കാൾ, നാല് യോശുവേക്കാളും, ഒപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു, ആചാരപരമായ ശബത്തിനേക്കാളും യേശു കർത്താവ് ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. നമ്മുടെ പഠനം ഒരു ധ്യാനാത്മകമായിട്ടോ അല്ലെങ്കിൽ പ്രായോഗികതയെ കേന്ദ്രീകരിച്ചല്ല, മറിച്ച് ലേഖനകർത്താവ് എന്താണോ പറഞ്ഞിരിക്കുന്ന ഒരു കോണ്ടക്ച്വലായിട്ടുള്ള നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ് സന്ദർഭം വിശദീകരിച്ച് ആശയം വ്യക്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. അത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ല എന്തെങ്കിലും ആശയപരമായ വിയോജിപ്പുകളുണ്ടെങ്കിൽ ഒക്കെ പറയണം. തീർച്ചയായിട്ടും അതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. അഞ്ചാമത്തേതാണ്, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഹരോനേക്കാൾ അതിശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. അഹരോനേക്കാൾ അതിശ്രേഷ്ഠനാണ്. 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 10 വരെയും, അതുപോലെ 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 7-ാം അധ്യായത്തിൻ്റെ 28 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാര്യം പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു പോർഷൻ നമ്മൾ വിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 12 വരെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 5-ന്റെ 10 വരെയും 6-ന്റെ 13 മുതൽ 7-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം വരെയാണ് യേശു ക്രിസ്തു അഹരോനേക്കാൾ അതിശ്രേഷ്ഠനായ മഹാപുരോഹിതനെന്ന് വിശദീകരിച്ചിരിക്കുന്നത്, അത് വ്യക്തിത്വത്തിൽ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഭാഗം, അതായത് 5-ന്റെ 11 മുതൽ 6-ന്റെ 12 വരെ നമ്മൾ പിന്നീട് ചിന്തിക്കും. അതൊരു പ്രബോധന ഭാഗമാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ 3 മുന്നറിയിപ്പുകൾ നമ്മൾ ചിന്തിച്ചു. അതുപോലെ ഒരു 4-ാമത്തെ മുന്നറിയിപ്പാണ് ആ ഭാഗം. അത് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതായിരിക്കും. നമ്മൾ ഇത്രയും ദീർഘമായ ഭാഗം വായിച്ച് അതിൽ നിന്ന് പറയുന്നതിനേക്കാൾ ഈ കാര്യത്തെ ചില പോയിൻ്റുകളായി, ചില ഗ്രൂപ്പുകളിലാക്കി നമ്മൾ പെടുത്തിയിട്ട് അത് ഓരോന്നായി ചിന്തിക്കാം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്തിലെ മതങ്ങളെല്ലാം തന്നെ അധിഷ്ഠിതമായിരിക്കുന്നത് പൗരോഹിത്യത്തിലാണ്. പൗരോഹിത്യമില്ലാത്ത മതങ്ങൾ ഏതും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പൗരോഹിത്യമില്ലെങ്കിൽ പിന്നെ മതമില്ല, ആ മതത്തിന് അടിത്തറയില്ല. ഇവിടെ തന്നെ നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ നമ്മുടെ ഈ പോർഷനകത്ത് നിന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വസ്ഥതയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സ്വസ്ഥതയുമായി ബന്ധപ്പെട്ട ഒത്തിരി വാക്യങ്ങളും ആശയങ്ങളും മറ്റ് വേദഭാഗങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ അങ്ങോട്ട് പോകാതിരുന്നത് ഈ വേദഭാഗം നമുക്ക് ക്ലിയർ ആകണം. പഠനം കഴിയുമ്പോൾ എബ്രായലേഖനത്തിൽ നിങ്ങൾ പിന്നീട് വായിക്കുമ്പോൾ ഇത് ഇന്ന കാര്യമാണ് ഈ വാക്യത്തിൽ, ഈ പോർഷനിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അധികം പോകാത്തത്. അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് മറ്റ് വേദഭാഗങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 11, 12 വാക്യങ്ങൾ.
പന്ത്രണ്ടാം വാക്യം ശ്രദ്ധിച്ചോ. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം എന്താണ്? ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരും. അപ്പം ന്യായപ്രമാണം എന്തിലാ ശരിക്കും അധിഷ്ഠിതമായിരിക്കുന്നത്? പൗരോഹിത്യത്തില്ല. പൗരോഹിത്യം ഇല്ലെങ്കിൽ എന്തില്ല? ന്യായപ്രമാണമില്ല. ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ എന്താവശ്യമാണ്? പൗരോഹിത്യം ആവശ്യമാണ്. അപ്പോൾ ഈ മഹാപുരോഹിതനും അതിന് കീഴെയുള്ള പുരോഹിതന്മാരും ലേവ്യ ശുശ്രൂഷകന്മാരുമൊക്കെയുള്ള യാഗങ്ങളും അവരുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളുമൊക്കെയുള്ള ഒരു വലിയ പൗരോഹിത്യ സംവിധാനത്തിൽ നിന്നാണ് ഈ എബ്രായ വിശ്വാസികൾ, യഹൂദന്മാർ യേശു കർത്താവിനെ അംഗീകരിച്ച് വന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് ഇവിടെ എന്തില്ല? പൗരോഹിത്യം ഇല്ല, പുരോഹിതൻ ഇല്ല. അവിടെ ആരുണ്ട്? മഹാപുരോഹിതൻ ഉണ്ട്. ഇവിടെ ഈ പോർഷനിൽ പ്രധാനമായിട്ട് പറയുന്നത് മഹാപുരോഹിതൻ എന്നുള്ളതാണ്. പൗരോഹിത്യം എന്നുള്ളതിൻ്റെ അടിത്തറയാണല്ലോ മഹാപുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മഹാപുരോഹിതൻ ആരാണ്? അഹരോൻ. അപ്പോൾ അതുകൊണ്ട് ആ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അഹരോൻ്റെ ക്രമപ്രകാരം എന്നാണ് പറഞ്ഞത്. അഹരോൻ്റെ ക്രമപ്രകാരം. അപ്പോൾ ആദ്യത്തെ മഹാപുരോഹിതനായ അഹരോനേക്കാളും പിന്നീട് വന്ന സകല മഹാപുരോഹിതന്മാരെക്കാളും ശ്രേഷ്ഠനാണ് ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഈ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന യഹൂദ വിശ്വാസികൾ, ദൈവമക്കളെ സംബന്ധിച്ച് അയ്യോ ഇവിടെ പുരോഹിതന്മാരില്ലല്ലോ, ഇനി അവർ മറ്റുള്ളവർ തങ്ങൾ വിട്ടുപോകുന്ന മതത്തിലുള്ളവർ ചോദിക്കും, നിങ്ങൾക്ക് പുരോഹിതന്മാരൊന്നും ഇല്ലല്ലേ? എന്നോട് ചോദിച്ചിട്ടുണ്ട്. സുവിശേഷം പറയാനൊക്കെ ചെല്ലുമ്പം ആളുകൾ ചോദിക്കും, നാമധേയ ക്രൈസ്തവർ ചോദിക്കും, നിങ്ങൾക്ക് പെസഹ ഇല്ലല്ലേ? നിങ്ങൾക്ക് ദുഃഖവെള്ളി ഉണ്ടോ? ഈസ്റ്റർ ഉണ്ടോ? ഇല്ല, ഈസ്റ്റർ ഇല്ല. ആദ്യമൊക്കെ പറയുമായിരുന്നു. ഇപ്പം ഞാൻ അത് വേറെ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവർ അയ്യോ പാവങ്ങൾ, എന്തൊരു കഷ്ടമാണ് ഇവരുടെയൊക്കെ കാര്യം, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ ആഘോഷിക്കുക, അല്ല ആഘോഷിക്കില്ല, അത് ഞങ്ങളുടെ അനുഭവമാണ്. ഞങ്ങൾക്ക് ഈസ്റ്ററും പെസഹായും ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ അനുഭവമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളോട് ചോദിക്കുക നിങ്ങൾക്ക് ശബത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? 9-ാം വാക്യമാണ് നമ്മുടെ ആപ്തവാക്യം അല്ലേ? എന്താ? അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം. ഞങ്ങൾ ശബത്ത് എന്ത് ചെയ്യുന്നില്ല? പൂരിപ്പിക്കാവോ? ഫില്ലിങ് ദ ബ്ലാങ്ക്സ്. ശബത്ത് എന്ത് ചെയ്യുന്നില്ല? ആചരിക്കുന്നില്ല. പിന്നെ ശബത്ത് അനുഭവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെസഹയില്ലേന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? ഞങ്ങൾ ആ പെസഹ എന്ത് ചെയ്യുക? അനുഭവിക്കുകയാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അയ്യോ നിങ്ങൾക്ക് പെരുന്നാളൊന്നുമില്ലല്ലേ? ഉണ്ടല്ലോ, അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആകയാൽ തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും 1 കൊരിന്ത്യർ 5:7 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പറയുന്നത്. സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. അപ്പോൾ നമുക്ക് ഉത്സവമുണ്ട്. അത് വർഷത്തിലൊരു പ്രാവശ്യം നടത്തുന്ന കൊട്ടിപ്പാടി നടത്തുന്ന ഉത്സവമല്ല. എന്താ? നീതിമാന് നിത്യം ഉത്സവമാണ്. നിത്യം അന്ന് 7 ദിവസത്തെ പുളിപ്പില്ലായ്മ, നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ പുളിപ്പില്ലായ്മ കൊണ്ട് എന്ത് ചെയ്യുക? ഉത്സവം ആചരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഉത്സവം അനുഭവിക്കുകയാണ്, ആ സന്തോഷം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കില്ലാലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉണ്ട്, നമുക്കുണ്ട് എന്ന് ലേഖനകർത്താവ് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ കാണുന്നത് പോലെയല്ല, അവിടെ ഉള്ളതിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട്. നമുക്ക് വായിക്കാം 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ ആദ്യമായിട്ട് വായിക്കാം. അവിടെ ആ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം
മുറുകെ പിടിച്ചുകൊള്ളുക. 15-ാം വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ. കണ്ടോ, നമുക്ക് ഒരു മഹാപുരോഹിതൻ ഉണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, നമുക്ക് വേണ്ടിയത്. കണ്ടോ, അപ്പോൾ നമുക്കൊരു മഹാപുരോഹിതൻ. ആളുകൾ പറയും ഇവർക്ക് എന്തില്ല, മഹാപുരോഹിതനില്ല, വടിയും കൊടയും ഒക്കെയുള്ള, വേഷഭൂഷാദികളുള്ള, ഏഫോദ് ധരിക്കുന്ന, അല്ലെങ്കിൽ നടുക്കെട്ട് കെട്ടുന്ന ഈ ഒരു മഹാപുരോഹിതനോ സംവിധാനങ്ങളോ ഇവർക്ക്, അയ്യോ ഇവർ പാവങ്ങൾ, എന്തിനാ ഇവരിതൊക്കെ വിട്ടുപോയി എന്ന് ആളുകൾ പറഞ്ഞേക്കാം. അത് നിങ്ങൾ ചെവി കൊടുക്കരുത്. നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞ 4 കാര്യങ്ങളിൽ താരതമ്യം ചെയ്തതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെ അഹരോന്യ പൗരോഹിത്യവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്, താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ 1, 2, 3 കാര്യങ്ങൾ നമുക്ക് അക്കമിട്ട് നമുക്ക് ചിന്തിക്കാം. എന്താണ് നമുക്കുള്ള മഹാപുരോഹിതൻ്റെ പ്രത്യേകത എന്നുള്ളത്? ഒന്നാമത്തേത്, അതിൻ്റെ 15-ാമത്തെ വാക്യം, 4-ാം അധ്യായം 15-ാം വാക്യം. മതി. ഇനി 27-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെ വായിക്കാം. ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ചെയ്തുകൊണ്ടു. ന്യായപ്രമാണം ബലഹീന മനുഷ്യനെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് മുൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായിട്ടുള്ള പുത്രനെ പുരോഹിതനാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കുള്ള മഹാപുരോഹിതൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? അവൻ പാപരഹിതനാണ്. നമ്മുടെ മഹാപുരോഹിതൻ പാപരഹിതനാണ്. അവനിൽ എന്തില്ല? പാപം ഇല്ല. 14-15 നമ്മൾ വായിച്ചത്, നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. പാപം ഒഴികെ. കാരണം അവനിൽ എന്തില്ല? അവനിൽ പാപമില്ല. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. അവിടെ 26-27 വാക്യങ്ങളിൽ അതാണല്ലോ പറയുന്നത്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, 7-26, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. അപ്പോൾ ഇങ്ങനെ ഒരു മഹാപുരോഹിതൻ അവർക്കില്ല. ആർക്കുണ്ട്? നമുക്കുണ്ട്. ആ മഹാപുരോഹിതൻ പാപരഹിതനായ മഹാപുരോഹിതനാണ്. അവൻ പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അവിടെ ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവിടെ 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപരാഹിത്യത്തെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചില തെറ്റായ ഉപദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. യേശു ക്രിസ്തുവിന് പാപം എങ്ങനെയാണ്? അവിടെ ഒരു 2 പ്രസ്താവനകളല്ലോ സാധാരണ പറയുന്നൊരു വാക്കാണ്, ജീസസ് ഈസ് ഏബിൾ നോട്ട് ടു സിൻ. രണ്ട് സെൻറ്റൻസിലും ഒരേ വാക്കുകളാണ്. ആ ഒരു നോട്ട് മുമ്പിലും പിൻപിലും ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത്, ജീസസ് ഈസ് നോട്ട് ഏബിൾ ടു സിൻ. യേശുവിന് പാപം ചെയ്യാതിരിക്കാൻ കഴിയും, യേശുവിന് പാപം ചെയ്യാൻ കഴിയില്ല. ഏതായിരിക്കും ശരി? ഒന്നാണോ ശരി, രണ്ടാണോ ശരി? നമ്മൾ കഴിവ് പ്രകടിപ്പിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്, അല്ലേ? ഇതിലതില്ല. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ശരി? രണ്ടാണ് ശരി. എന്താണ്? യേശുവിന് പാപം ചെയ്യാൻ കഴിയില്ല. യേശു കർത്താവിന് പാപം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. സാക്പുന്നൻ്റെ ഉപദേശവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. യേശു കർത്താവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ കർത്താവ് ഹി കുഡ് ഹാവ് സിൻ. അത് തെറ്റാണ്.
അവന് പാപം ചെയ്യാൻ കഴിയില്ല. അവൻ്റെ മനുഷ്യത്വത്തിൽ അവൻ സമ്പൂർണനാണ്. മനുഷ്യൻ്റെ മനുഷ്യത്വം പാപവുമായി അതിന് യാതൊരു ബന്ധവും ഇല്ല. മനുഷ്യനായി പിറന്നു എന്നുള്ളത് അതുകൊണ്ട് പാപമുണ്ട് എന്നർത്ഥമില്ല. റോമാലേഖനം 8:3 നമ്മൾ വായിക്കുന്നത്, അവൻ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന അവിടെ നമ്മൾ കാണുന്നത്. റോമർ 8:3 അതെങ്ങനെയാണ്? നമുക്കറിയാവുന്ന വാക്യമാണ്. ആ ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ, പാപജഡത്തിൽ അയച്ചു എന്നല്ല, പിന്നെ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ്, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ. പക്ഷെ അവനിൽ എന്തില്ല? അവൻ്റേത് പാപജഡമല്ല, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ് അയച്ചത്. അപ്പോൾ പാപരഹിതനായ, അത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നതാണ് 7:26. എന്താ? ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് അതാണ് പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ്, പക്ഷെ പാപികളുമായിട്ട് എന്തില്ല? ബന്ധമില്ല. അതായത് അത് പിന്നീട് വരുന്ന വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം, അതായത് ആ പുരോഹിതന്മാരൊക്കെ ആരാണ്? അതാണ് ഈ പാപികളോട് വേർപെട്ടെന്ന് പറയുന്നതാ. അവരൊക്കെ ആരാ? പാപികളാണ്. അപ്പോൾ പാപവുമായി ബന്ധമില്ലാത്ത പാപരഹിതനായ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഓ ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് കർത്താവ് പറഞ്ഞ കാര്യം. ഇനി നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കെന്തുണ്ട്? അതാണ് 27-ാമത്തെ വാക്യത്തിൽ, 7:27. ആ മഹാപുരോഹിതന്മാരെ പോലെ. ഏത് മഹാപുരോഹിതന്മാരെ പോലെ? അവിടെ താരതമ്യം വന്നു, കമ്പാരിസൺ വന്നു അല്ലേ? ആദ്യം നമുക്കുള്ള മഹാപുരോഹിതൻ ഇങ്ങനെയാണ്, എന്നിട്ട് അടുത്തത് അവരെങ്ങനെയാ? ആ മഹാപുരോഹിതന്മാർ. ഏത് മഹാപുരോഹിതന്മാർ? അഹരോൻ്റെ ക്രമത്തിലുള്ള യഹൂദന്മാരുടെ ഇസ്രായേൽ ജനതയ്ക്ക് ഇതപര്യന്തം ചരിത്രത്തിൽ വന്നിട്ടുള്ള എല്ലാ മഹാപുരോഹിതന്മാരും ആരാണ്? പാപികളാണ്. കർത്താവ് പറഞ്ഞു, ഒരന്ധൻ മറ്റൊരന്ധനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഒരു നാമധേയ ക്രൈസ്തവൻ്റെ വീട്ടിൽ ഒരുവൻ മരിച്ചാൽ ആളുകൾ ഓടിപ്പോയി ആരെ വിളിക്കും? അച്ഛനെ വിളിച്ചിട്ട് വരും. അച്ഛനെന്ത് ചെയ്യും? കുർബാന ചൊല്ലും അല്ലേ? ഉദാശ കൊടുക്കും അല്ലേ? അന്ത്യകുദാശ കൊടുക്കും. അതിനുശേഷം മരിച്ചു കഴിയുമ്പോൾ കുർബാന ചൊല്ലും. എന്തിനാ? ഇയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ഇതൊക്കെ ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഇയാളാരാ? മരിച്ചുപോയ ആളാരാ? പാപിയാണ്. ഈ പാപിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി വന്ന് ഇതെല്ലാം ചെയ്യുകയാണ്. ഈ ചെയ്യുന്ന ആൾ മരിച്ചാലോ? ചെയ്യുന്ന ആൾ മരിച്ചാൽ ഇദ്ദേഹത്തിന് വേണ്ടി വീണ്ടും ചെയ്യണം. അത് 27-ാം വാക്യം. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനപ്രതി യാഗം കഴിപ്പാൻ. ഈ കുർബാനയൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ അന്ത്യഭാഗത്ത് അച്ഛൻ പറയും, എന്താണെന്നറിയോ? ബലഹീനനും പാപിയുമായ ഈ ദാസിനു വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ഇത്രയും നേരം ഇദ്ദേഹം പ്രാർത്ഥിച്ച ആർക്ക് വേണ്ടിയിട്ടാണ്? ബലഹീനരായ പാപികളായ ജനതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവസാനം അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ബലഹീനനും അതാ പൗരോഹിത്യത്തിൻ്റെ. പക്ഷെ ഇവിടെ പറയാം, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. നമ്മുടെ മഹാപുരോഹിതന് ഇതിൻ്റെ ആവശ്യം ഇല്ലാത്തവനാണ്. എനിക്ക് ഏറ്റവും ഇതിൽ കർത്താവിൻ്റെ പാപരാഹിത്യത്തെ സംബന്ധിച്ച് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രസ്താവനയാണ്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കൂട്ടത്തിലല്ല, സ്വർഗമേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, സ്വർഗം അനുഗ്രഹിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ട് കാണും ചിലപ്പോൾ. പക്ഷെ നമ്മൾ വായിക്കുന്നുണ്ട് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ, സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്നുള്ളതാണ്. ഇവിടെ
അതായത് തൻ്റെ ദൂതന്മാരിലും അവൻ കുറ്റമാരോപിക്കുന്നു. സ്വർഗം പോലും തൃക്കണ്ണിന് എന്തല്ല, നിർമ്മലമല്ല. ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആ വാക്ക് ചിന്തിച്ചാൽ മതി. ദൈവം വസിക്കുന്ന സ്വർഗം പോലും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വിശുദ്ധി എത്ര വലുതാണ്. അത്ര വിശുദ്ധനായ ഒരുവനാണ് നമ്മുടെ മഹാപുരോഹിതൻ എന്ന് പറയുന്നത്, പാപരഹിതനായ. പക്ഷേ അവിടുന്ന് പാപത്തിന് പരിഹാരം, പാപികളെ സഹായിക്കുന്ന, പാപികളോട് കരുണ കാണിക്കുന്ന, പാപികളെ രക്ഷിക്കുന്ന, പാപികൾക്ക് വിടുതൽ നൽകുന്ന, സഹതാപം കാണിക്കുന്ന, കൃപ കാണിക്കുന്നവനാണ്. അവൻ പാപരഹിതനായ മഹാപുരോഹിതനാണ്, പക്ഷെ പാപികളെ രക്ഷിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ആ പാപത്തോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ പാപവുമായിട്ടുള്ള കർത്താവിൻ്റെ ഏർപ്പാടുകൾ നമ്മൾ ലോകത്തിൽ കർത്താവിൻ്റെ ഐഹിക ജീവകാലത്ത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ദേവാലയത്തിൽ വന്ന് ദേവാലയത്തെ എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു. ചാട്ടവാറുമായിട്ടാണ് ആര് വരുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ കർത്താവിൻ്റെ സൗമ്യത, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവ് സൗമ്യനാ അല്ലേ? ആണോ അല്ലയോ? അതെ. കർത്താവ് ദേവാലയത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? കയ്യിലെന്തുണ്ട്? ചാട്ടവാറുണ്ട് അല്ലേ? കർത്താവ് പൊൻവാണിഭക്കാരുടെ മേശ എന്ത് ചെയ്തു? തള്ളി അങ്ങ് എന്ത് ചെയ്തു? മറച്ചിടുക. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ആ യെരുശലേം ദേവാലയത്തിൻ്റെ പ്രാകാരത്തിൽ ആ മിനുമിനുത്ത പ്രതലത്തിൽ കൂടെ ഈ നാണ്യം, ഈ കോയിൻസൊക്കെ ഇങ്ങനെ ഉരുണ്ട് പോവുകയും ഈ വാണിഭക്കാർ ഇതെല്ലാം പെറുക്കാനായിട്ട് ഓടി നടക്കുന്നതും ഒക്കെ ഞാൻ ഒരു സീനായിട്ട് ഇങ്ങനെ കാണുകയാണ്. അവരെയൊക്കെ അടിച്ച് കർത്താവ് പുറത്താക്കിയാണ്. അവരെ പ്രാവുകളെയൊക്കെ എന്ത് ചെയ്തു? പറപ്പിച്ച് വിടുകയാണ്. കർത്താവ് സൗമ്യനാണോ? ആണോ? അതെ, കർത്താവ് സൗമ്യനാണ്. അപ്പോൾ തന്നെ കർത്താവ് ആരാണ്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആരാ? പരിശുദ്ധനാണ്, പാപരഹിതനാണ്. പാപത്തെ കർത്താവ് എന്ത് ചെയ്യുന്നില്ല, അവൻ സ്വർഗത്തേക്കാൾ ഉന്നതനാണ്. അവൻ്റെ വിശുദ്ധിയെ ഒരിക്കലും നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്ത് കുറയ്ക്കേണ്ടുന്നത് അല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശുദ്ധിയുടെ നിലവാരം നമ്മൾ കൊണ്ടു നിർത്തുന്നത് ആ മോനേക്കാളും ഞാൻ അവനേക്കാളും ഇന്നയാളെക്കാളും ഇപ്പുറത്തിരിക്കുന്ന ആളെക്കാളും സഭയിലെ മറ്റുള്ള ആളുകളെക്കാളും അല്ല. നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. നമുക്കുണ്ടൊരു മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണല്ലോ സഭയോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു 1 കൊരിന്ത്യർ 3:16. എന്താണ്? വായിച്ചാട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമല്ലോ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? കർത്താവ് അവിടെ ഇങ്ങനെ ചെയ്തപ്പോൾ, ചാട്ടുവാറുമൊക്കെ ആയിട്ട് വന്ന് ഇതിനൊക്കെ മറച്ചിടുകയൊക്കെ ചെയ്തപ്പോൾ ഇത് കണ്ട ശിഷ്യന്മാർ പറഞ്ഞു ഒരു വചനം അവർ ഓർത്തു, പഴയ നിയമത്തിൽ നിന്ന്. ഏതാ വചനം? നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. എൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കുന്നു എന്ന വചനം കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ആലയം എന്താണ്? ഇവിടെ പറയുമ്പോൾ, സഭയോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താ? വിശുദ്ധമാണ്. ആ വിശുദ്ധമായ ദൈവത്തിൻ്റെ ആലയത്തെ, ദൈവസഭയെ അശുദ്ധമാക്കുന്നവനെ എന്തു ചെയ്യും? ദൈവം നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിശുദ്ധി അത്ര വലുതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയും ലോകവും തമ്മിലുള്ള വ്യത്യാസം നിർണ്ണയിക്കുന്നത് ഈ വിശുദ്ധിയിലാണ്, അല്ലേ? പാപമാണല്ലോ ഇതിനെയൊക്കെ വേർതിരിച്ച് നിർത്തുന്ന ഘടകമെന്ന് പറയുന്നത്, വിശുദ്ധിയാണ്. അപ്പം നമ്മുടെ പുരോഹിതൻ
മഹാപുരോഹിതൻ അവിടുന്ന് പാപരഹിതനാണ്. എന്നാൽ പാപികളെ രക്ഷിക്കുവാൻ മനസ്സുള്ള, കരുണയുള്ള, മനസ്സലിവുള്ള മഹാപുരോഹിതനാണ് നമ്മുടെ പുരോഹിതൻ. അവരുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ആ പുരോഹിതന്മാരെക്കാൾ പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിപ്പാൻ ആവശ്യമില്ലാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് പാപരഹിതനാണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തേത്, നാലാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അപ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം കൂടെ അതിനോട് ചേർത്ത് നമുക്ക് വായിക്കാം. 7-ാം അധ്യായം 28-ാം വാക്യം. ന്യായപ്രമാണം ആരെ പുരോഹിതന്മാരാക്കുന്നു? ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ മഹാപുരോഹിതൻ ഒന്ന് നമ്മൾ ചിന്തിച്ചു, അവിടുന്ന് പാപരഹിതനാണ്. എന്നാൽ അവർക്കുള്ള പുരോഹിതന്മാരൊക്കെ പാപമുള്ളവരാണ്. പാപികൾക്ക് വേണ്ടി ആർക്കു വേണ്ടിയാണോ അവർ ശുശ്രൂഷിക്കുന്നത് അവരെ പോലെ തന്നെ അവരും പാപികളാണ്. അവരുടെ ശുശ്രൂഷകളൊക്കെ അപ്രയോജനകരമാണ് എന്നുള്ളതും നമ്മളെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. രണ്ടാമത്തേത്, നമ്മുടെ മഹാപുരോഹിതൻ തികഞ്ഞവനാണ്. ഹീ ഈസ് പെർഫെക്റ്റ്. അതാണ് അവിടെ നമ്മൾ 28-ാമത്തെ വാക്യത്തിൽ, ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന തികവുള്ള മഹാപുരോഹിതനാണ് നമ്മുടെ മഹാപുരോഹിതൻ. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിക്കാൻ കഴിയുന്നവരും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവരുമാകും. ആ പുരോഹിതന്മാര് അവരെ കുറിച്ച് ഇവിടെ പറയുകയാണ് 5-ന്റെ 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാട് യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അപ്പോൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഫ്രം ദ പീപ്പിൾ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ദ പീപ്പിൾ. മനുഷ്യർക്ക് വേണ്ടിയാണ് അവരെ നിയോഗിക്കുന്നത്. പക്ഷേ ആ മനുഷ്യരൊക്കെ, 2-ാമത്തെ വാക്യം, താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. അപ്പോൾ ജനത്തിനു വേണ്ടി ജനം എങ്ങനെയുള്ളവരാ? ആർക്ക് വേണ്ടിയിട്ടാണോ ഈ മഹാപുരോഹിതൻ യാഗം അർപ്പിക്കുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്, ആ ജനം എങ്ങനെയുള്ളവരാ? ബലഹീനരാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, വഴിതെറ്റിപ്പോകുന്നവരും അറിവില്ലാത്തവരും, അല്ലേ? 2-ാമത്തെ വാക്യം, അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ. അപ്പോൾ അറിവില്ലാത്ത ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും ദൈവഹിതത്തെക്കുറിച്ചും ശരിയെക്കുറിച്ചുമൊക്കെ ശരിയായ അറിവില്ലാത്ത ആളുകളും വഴിതെറ്റിപ്പോകുന്നവരുമായ ബലഹീനരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ശുശ്രൂഷിക്കുന്നത്. പക്ഷെ അവരും ആരാ? അവരും ബലഹീനരാണ്. പക്ഷെ നമ്മുടെ മഹാപുരോഹിതനോ? അവൻ ബലഹീനൻ അല്ല. അതാണ് 7:28. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായ
മഹാപുരോഹിതൻ പുത്രനെ എന്താക്കുന്നു? മഹാപുരോഹിതനാക്കുന്നു. അപ്പോൾ അവൻ തികഞ്ഞവനാണ്, പക്ഷേ ബലഹീനരെ സഹായിപ്പാൻ അവൻ ഈസ് കംപ്ലീറ്റ്, ഈസ് പെർഫെക്റ്റ്. പക്ഷേ അവൻ ഇൻകംപ്ലീറ്റായ ഇംപെർഫെക്റ്റായ ആ ആളുകളെ അവരെ സഹായിക്കുവാനായിട്ട് അവന് മനസ്സ് ഉണ്ട്. അതാണ് 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. എന്ന് പറഞ്ഞാൽ പാപലോകത്തിൻ്റെ എല്ലാവിധമായ പരിണിത ഫലങ്ങളും പ്രയാസങ്ങളും വേദനകളും എല്ലാം അനുഭവിച്ചവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് അതിൽ കൂടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കടന്നു പോയിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ അതിൽ നിന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ 7-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ ഒരു ചെറിയ സംശയം തോന്നിയേക്കാം. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും എന്താണ്? തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പോൾ നേരത്തെ എന്നേക്കും തികഞ്ഞവനല്ലായിരുന്നോ? എന്നേക്കും തികഞ്ഞവനായി തീർന്നതാണോ? അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 5-ാം അധ്യായത്തിന് 1 മുതൽ നമ്മൾ വായിച്ചല്ലോ. അതായത് ആ മഹാപുരോഹിതന്മാരൊക്കെ എങ്ങനെയുള്ളവരാണ്? ബലഹീനത പൂണ്ടവരാണ്. വഴിതെറ്റിപ്പോകുന്നവരെയും ബലഹീനരെയൊക്കെ സഹായിക്കുവാനായിട്ട് അവർ പാപയാഗം അവർക്ക് വേണ്ടിയും തങ്ങൾക്ക് വേണ്ടിയും അർപ്പിച്ചവരാണ്. എന്നാൽ പുത്രനെക്കുറിച്ച് പറയുന്നത് എന്താണ്? കർത്താവിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഈ 8-ാമത്തെ വാക്യത്തിൽ ആ വാക്കുണ്ട് അല്ലേ? നോക്കിയോ, ശ്രദ്ധിച്ചായിരുന്നോ? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. 7:28 നമ്മളതാണ് കണ്ടത്. അവൻ പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ നമ്മൾ 1-ാം അധ്യായത്തിൽ ചിന്തിച്ച പോലെ തൻ്റെ നിത്യപുത്രത്വത്തിൽ അവൻ തികഞ്ഞവനാണ്, സമ്പൂർണ്ണനാണ്. പക്ഷേ എന്നാൽ അവിടുത്തെ മനുഷ്യത്വത്തിലും അവിടുത്തെ മശിഹാപുത്രത്വത്തിലും അവൻ തികഞ്ഞവനാണ്, അവൻ സമ്പൂർണ്ണ മനുഷ്യനാണ് എന്നെന്ത് ചെയ്തു? തെളിയിച്ചു. അവിടുന്ന് തെളിയിച്ചു. അതാണ് ഈ 5-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള 7, 8, 9 വാക്യങ്ങൾ പറയുന്നത്. അവിടുന്ന് തെളിയിച്ചു. എന്താണത്? ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് താൻ ഈ ലോകത്തിലേക്ക് വന്ന് ഈ ലോകത്തിൽ ശരീരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അപയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. 8-ാം വാക്യം, പുത്രനെങ്കിലും അവിടെ നമ്മൾ വരയ്ക്കണം. പുത്രൻ എങ്കിലും. ഏത് പുത്രനെങ്കിലും? നിത്യ പുത്രനെങ്കിലും. ആദിയിലെ വചനം ആണെങ്കിലും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ പുത്രനാണ്. ആ നിത്യപുത്രനാണെങ്കിലും ദൈവത്തോടുള്ള സമത്വമുള്ള സമ്പൂർണനായ തികവുള്ള, അതാണല്ലോ കൊലോസ്യർ 2:9 നമ്മൾ വായിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരവും. അവൻ തികവുള്ളവനാണ്. ഏതിൽ? പുത്രനെങ്കിലും. നിത്യനായ പുത്രൻ എന്ന നിലയിൽ അവൻ തികവുള്ളവനാണ്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്ന് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർ ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. ഒരു വാക്യം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. 2:17-18 വാക്യങ്ങൾ. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൂതന്മാരുമായ വിഷയമായിട്ടില്ല പറഞ്ഞു വന്നതെങ്കിലും ആ ഭാഗം അവസാനിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. 17-ാം വാക്യത്തിലേക്ക് നോക്കിയേ. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത
മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. അപ്പോൾ എങ്ങനെ സദൃശ്യനായ? 18-ാം വാക്യം, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. അപ്പോൾ യേശു കർത്താവ് തികവുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞത് അവിടുത്തെ മനുഷ്യത്വത്തിൽ അവൻ സമ്പൂർണ്ണനാണ് എന്നുള്ളത് അവിടുന്ന് എന്ത് ചെയ്തു? തെളിയിച്ചു. എങ്ങനെ തെളിയിച്ചു? എങ്ങനെയാണോ മനുഷ്യൻ അപൂർണനായി തീർന്നത്? എങ്ങനെ അപൂർണനായി തീർന്നത്? റോമാലേഖനം നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? റോമാലേഖനം 5:19 എന്താ? ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. അപ്പോൾ ഏകൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരും എന്തായി തീർന്നു? അപൂർണരായി, ബലഹീനരായി. അപ്പോൾ ഇവിടെ ഇതാ ആ നിത്യപുത്രൻ മശിഹാപുത്രനായി ദൈവപുത്രനായിട്ട് ലോകത്തിലേക്ക് വരികയാണ്. ഈ പോർഷൻ ആരംഭിക്കുന്നത് തന്നെ അത് പറഞ്ഞ 4:14 എന്താ? ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായ നമുക്കുള്ളത്. അപ്പോൾ ദൈവപുത്രനാണ് ആര്? യേശു. ദൈവപുത്രനായ, ആകയാൽ ദൈവപുത്രനായ യേശു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പോൾ പുത്രനാണ് പിതാവിനെ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന പുത്രനാകുന്ന വചനം. പക്ഷെ എന്തായിത്തീർന്നു? 7-ാം വാക്യത്തിൽ അതാണല്ലോ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? യേശു ദൈവമാണെങ്കിൽ പ്രാർത്ഥിക്കണോ? അല്ലേ? സാക്ഷികൾ ചോദിച്ചിട്ടുള്ളതാ. യേശു പ്രാർത്ഥിച്ചു. എന്തിൽ? അടുത്ത വാക്യത്തിലുണ്ട്, പുത്രനെങ്കിലും. പക്ഷെ അവൻ പ്രാർത്ഥിച്ചു. എന്താ കാരണം? അവൻ ആരായി വന്നു? യേശുവായിട്ട് മനുഷ്യത്വത്തിൽ വന്നു, മശിഹാപുത്രനായിട്ട് വന്നു. അവിടെ മനുഷ്യത്വത്തിൽ അവൻ തികഞ്ഞവനാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? തെളിയിക്കുക. അവൻ അവിടെ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരികയാണ്. എന്തുകൊണ്ട്? ബലഹീനരായ അപൂർണരായ മനുഷ്യരുടെ ഈ പാപം നിമിത്തമുള്ള എല്ലാ പ്രശ്നങ്ങളും, പാപമല്ല, പാപലോകത്തിൻ്റെ എല്ലാ വേദനകളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ കഷ്ടതകളും, എല്ലാ പീഡനങ്ങളും, എല്ലാ ഒറ്റപ്പെടുത്തലുകളും, എല്ലാ രോഗങ്ങളും, എല്ലാ വേദനകളും, എല്ലാ കഷ്ടപ്പാടുകളും ആരനുഭവിച്ചു? യേശു അനുഭവിച്ചു. അങ്ങനെ അനുഭവിച്ച് അതാ അവിടെ 2:17 സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. ആരെയാണോ രക്ഷിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളെയെല്ലാം അടുത്തറിയുന്ന ഒരു മഹാപുരോഹിതനായിട്ട് മാറാൻ ആവശ്യമായിരുന്നു. അങ്ങനെ മനുഷ്യത്വത്തിൽ ഇതൊക്കെ എന്ത് ചെയ്തു? അനുഭവിച്ചു. അങ്ങനെ ബലഹീനരായവരെ താൻ തന്നെ 18-ാം വാക്യം 2:18 അതാണല്ലോ. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. അപ്പോൾ അവിടുന്ന് പിതാവിനെ അനുസരിച്ച്, ദൈവത്തെ അനുസരിക്കാത്തതിനാൽ വന്ന അപൂർണതകളെ മാറ്റുവാൻ മനുഷ്യവർഗത്തിന് വേണ്ടി അവനെ അറ്റത്തോളം എന്ത് ചെയ്തു? അവസാനത്തോളം എന്ത് ചെയ്തു? പിതാവിനെ അനുസരിച്ചു. അതായത് 5:8 വാക്യത്തിൽ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർ ഏവർക്കും നിത്യരക്ഷയുടെ നിന്നെ രക്ഷിക്കുവാൻ യേശു മതിയായവനാണ്, അവൻ യോഗ്യനാണ് എന്നുള്ളത് എന്ത് ചെയ്തു? തെളിയിച്ചു. അവിടുത്തെ ദൈവത്വത്തിൽ അവൻ യോഗ്യനാണ്, അവിടുത്തെ മനുഷ്യത്വത്തിലും അവൻ സമ്പൂർണനാണ്, അവൻ തികവുള്ളവനാണ്, നിന്നെ രക്ഷിക്കാൻ അവൻ മതിയായവനാണ് എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ കൂടെ അവൻ എന്ത് ചെയ്തു? തെളിയിച്ചു. തികവുള്ളവനാണ്, നിത്യരക്ഷ, തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അതാണ് 7:28. പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ മഹാപുരോഹിതനാകുന്നു. അപ്പോൾ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അവനാരാ? ഒന്ന്, അവൻ പാപരഹിതനാണ്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു? പാപികളെ രക്ഷിക്കുന്നു. അവൻ തികവുള്ളവനാണ്. ഹീ ഈസ് പെർഫെക്റ്റ്. അവൻ പൂർണ്ണനാണ്, തികവുള്ളവനാണ്. നമ്മൾ തികവുള്ള ആളുകൾ ആരെയാ തേടുന്നത്? തികവുള്ളവരെയാണ് തേടുന്നത് അല്ലേ? പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു?
അവൻ്റെ തികവിൽ, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെന്ത് കിട്ടി? നിറവ് കിട്ടി. അവനിൽ നമ്മൾ ആരായി? അതാ, ബലഹീനരായ അപൂർണരായ നമ്മെ അവൻ ആരാക്കി? പൂർണ്ണരാക്കി, പരിപൂർണരാക്കി. കൊലോസ്യർ 2:9-10 അതാണല്ലോ. അവനിലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് സകല വാഴ്ചയ്ക്കും അധികാരത്തിനും, പറഞ്ഞാട്ടെ, തലയായ, അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ പിന്നാലെ പറഞ്ഞാലും മതി, സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരാണ്. യേശുവിൽ നമ്മൾ ആരാ? യേശു, അവിടുന്ന് ദൈവപുത്രനായ യേശു, ദൈവപുത്രനായ യേശു, ദൈവപുത്രൻ എന്ന നിലയിൽ, നിത്യപുത്രൻ എന്ന നിലയിൽ അവൻ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയിൽ അവൻ പൂർണ്ണനാണ്. പക്ഷേ മനുഷ്യപുത്രൻ എന്ന നിലയിലും അവനിൽ പൂർണ്ണ മനുഷ്യത്വം, അവൻ സമ്പൂർണനായിരുന്നു. ആ സമ്പൂർണത നാം ക്രിസ്തുവിലായപ്പോൾ നമുക്ക് ലഭിച്ചു. ഓ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപൂർണരെ ദൈവം ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. അപൂർണരായവരുടെ ആരാധനയും ദൈവം ചെയ്യുന്നില്ല. സ്വീകരിക്കാൻ പറ്റുമോ ദൈവത്തിന്? പറ്റുമോ? ഇല്ല, സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ആരാധന എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പറഞ്ഞല്ലോ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു, അല്ലേ? രക്ഷിക്കപ്പെട്ടു, നമ്മൾ പൂർണ്ണരായി തീർന്നു. ക്രിസ്തുവിൽ നമ്മൾ ആരാണ്? ദൈവമക്കളാണ്, വിശുദ്ധന്മാരാണ്, നീതിമാന്മാരാണ്, വ്രതന്മാരാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്, അല്ലേ? ക്രിസ്തുവിൽ നമ്മൾ മരിച്ചാൽ ശരീരം ഇവിടെ അടക്കപ്പെടും, നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. ഇപ്പോൾ തന്നെ നമ്മൾ എവിടെയാണ്? നമ്മൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. അപ്പം നമ്മുടെ ആരാധന അത് അർത്ഥവത്താണ്, അത് അർത്ഥമുള്ളതാണ്. നമ്മൾ ബ്രദറുകാരുടെ ആരാധന, അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളല്ലാത്ത ആളുകൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ ഒരാൾ ചോദിക്കുക, സഹോദര മരിച്ച സ്വർഗത്തിൽ പോവുമോ? അവരെന്ത് പറയും? ഉറപ്പില്ല. കാരണം ഈ രക്ഷ നിൽക്കുമോ പോകുമോ എന്നുള്ളത് ഉറപ്പില്ല. അപ്പോൾ ഈ സ്വർഗത്തിൽ പോകുന്നത് എന്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ്? ഈ വ്യക്തിയുടെ ജീവിതത്തിന്, അല്ലെങ്കിൽ അവൻ്റെയും കൂടെ പ്രയത്നം, അവൻ്റെയും കൂടെ പ്രവൃത്തി വേണമെന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ എന്തിനാ ആരാധിക്കുന്നത്? എന്താ ആരാധിക്കുന്നത്? മനസ്സിലായോ? അപ്പോൾ പിന്നെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ ആരാധിക്കുന്നത്? കൃപയാൽ പ്രവൃത്തി കൂടാതെ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമുള്ള രക്ഷ അനുഭവിക്കുന്ന ദൈവമക്കളാണ് ഞായറാഴ്ച വന്നത് ചെയ്യുന്നത്. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വന്ന് ആരാധിക്കുന്നത്. ആ ആരാധനയ്ക്ക് ആണ് മഹത്വമുള്ളത്, അത് വിലയുള്ള, അത് അർത്ഥവത്താണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി അതെല്ലാം എന്ത് ചെയ്തു? നിവർത്തിച്ചു. അവൻ എല്ലാം നമ്മൾ അനുസരണക്കേട് കാണിച്ച് അപൂർണരായിത്തീർന്നെങ്കിൽ, ബലഹീനരായിത്തീർന്നെങ്കിൽ, അവിടുന്ന് എന്ത് ചെയ്തു? എല്ലാം അനുസരിച്ച് അത് തികവുള്ളവനായിത്തീർന്ന് തികഞ്ഞവനാണെന്ന് തെളിയിച്ച് നമ്മെ തികവിലേക്ക് എന്ത് ചെയ്യുന്നു? നടത്തുന്നു, കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ തികവുള്ളവനാ. അതുകൊണ്ട് ഇനി തികഞ്ഞവരെ മതിയെന്നല്ല, ബലഹീനരോട് അവൻ സഹതാപം കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രായോഗികമായ വശത്ത് പൊസിഷണലി നമ്മൾ എന്തായി? തികവുള്ളവരായി തീർന്നു. നമ്മൾ കർത്താവിനോടുകൂടെ കർത്താവിനോടുകൂടെ നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മളിവിടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളിൽ എന്ത് വരും? ബലഹീനതകളും കുറവുകളും താഴ്ചകളും ഒക്കെ വരും. പ്രയാസങ്ങളുണ്ടാകും, സംഘർഷങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്ത് ചെയ്യാം? അതാണല്ലോ 15 വാക്യം, 4:15. എന്താ? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അവൻ പാപമൊഴികെ സർവ്വത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ. അടുത്ത വാക്യം എന്താ? 16 വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഓ സ്തോത്രം. അവിടെ ഒരു താരതമ്യമുണ്ട്. അടുത്ത് ചെല്ലുക. നമ്മുടെ മഹാപുരോഹിതൻ്റെ അടുക്കലേക്ക് നമുക്ക്
ചെല്ലാൻ കഴിയും. അതൊരു പോയിൻ്റാണ്, നമ്മൾ പിന്നീട് ചിന്തിക്കും. പഴയ നിയമത്തിൽ പറയുന്നത് എന്താ? അടുത്ത് വരരുത് എന്നുള്ളതാണ്. നമ്മുടെ മഹാപുരോഹിതൻ്റെ പ്രത്യേകത, അവൻ എവിടെയാണോ അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കൃപാസനത്തിലേക്ക്. ഈ ബലഹീനത വരുമ്പോൾ നാം തന്നെ അതിനെ ശരിയാക്കാൻ നോക്കുകയല്ല വേണ്ടത്. എങ്ങോട്ട് ചെല്ലുക? ആളുകൾ ഒറ്റപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണം? 10 ആളെ നമ്മുടെ കൂട്ടം നിർത്താൻ വേണ്ടി ആളെ തേടുകയല്ല വേണ്ടത്. എങ്ങോട്ടില്ല? കൃപാസനത്തിലേക്ക് ചെല്ലുക. തെറ്റായ വഴിയിലേക്ക് ആളുകൾ കൊണ്ടുപോകുമ്പോൾ കർത്താവ് അങ്ങനെ ചെയ്തതല്ലേ? എല്ലാവരും അവനെ കൈവിട്ടു. കർത്താവിനെ അറിയാം, ഇവരും എന്ത് ചെയ്യും? ഇവരും കൈവിടും. താൻ ഏറ്റവും സ്നേഹിക്കുന്നവരും എന്ത് ചെയ്യും? കൈവിടും, തള്ളിപ്പറയും. പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പറയുക. അവൻ്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന വലിയ, അത് 7-ാം വാക്യം 5:7. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട്, അതാരാ? പിതാവിനോട് എങ്ങനെ പ്രാർത്ഥിച്ചു? നോക്കിക്കോ. ഉറച്ച നിലവിളിയോടും കൂടെ അഭയാചനയും, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചോ? ഉത്തരം ലഭിച്ചു എന്നാണ് അവിടെ 5:7 ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ലഭിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തിനാ പ്രാർത്ഥിച്ചതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? മരണത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ടാണ് ആര് പ്രാർത്ഥിച്ചത്? കർത്താവ് പ്രാർത്ഥിച്ചത്. അപ്പോൾ വിടുവിച്ചോ? അതല്ലേ കർത്താവ് പ്രാർത്ഥിച്ചില്ലേ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാത്തൊരു കാര്യം അവിടെ കർത്താവ് പ്രാർത്ഥിച്ചു. കർത്താവ് നമ്മളത് പഠിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ നമ്മളത് നമുക്ക് പിടിവാശിയത് കിട്ടണം. എന്ത്? ഈ ജോലി കിട്ടണം, ഈ കോഴ്സിന് പോകണം, ഈ ജോലി കിട്ടണം, ഇങ്ങനത്തെ വീട് പണിയണം, ഇങ്ങനത്തെ കാറ് മേടിക്കണം, ഇന്നതേ ഞാൻ പോകത്തുള്ളൂ. അങ്ങനെയുണ്ടോ? കർത്താവ് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. ഭൂമിയിലാകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിൻ്റെ ചുറ്റുമൊക്കെ ആകണമെന്നല്ല. എന്നിൽ പ്രാർത്ഥിക്കുന്ന എന്നിൽ, എന്നിട്ട് പഠിപ്പിക്കുക മാത്രമല്ല, ആ മരണത്തിലേക്ക് മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവനും പിതാവ് പുത്രൻ്റെ മേൽ ചുമത്തിയപ്പോൾ അവൻ്റെ വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളികളായി വീഴുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം, പക്ഷേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് പിതാവ് മാറ്റിയോ? ഉത്തരം കൊടുക്കാതിരുന്നോ? കൊടുത്തു. എങ്ങനെ കൊടുത്തു? മരണത്തിൽ നിന്ന് വിടുവിക്കാനല്ലേ പ്രാർത്ഥിച്ചേ? വിടുവിച്ചോ? ഉത്തരം കൊടുത്തോ? വീണ്ടും സംശയം, ഞാൻ വീണ്ടും ചോദിക്കുന്നതുകൊണ്ടാണ്. ഉത്തരം കൊടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മരണത്തിൽ നിന്ന് വിടുവിക്കാനാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മരണത്തിൽ നിന്ന് വിടുവിച്ചോ? വിടുവിച്ചു 3-ാം ദിവസം അല്ലേ? അതുമാത്രമാണോ ഉത്തരം? കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിച്ചതിന് വേറെ ഉത്തരങ്ങളുണ്ടോ? ഉണ്ടല്ലോ. അവിടെ തന്നെ ഉത്തരം എഴുതിയിട്ടുണ്ട്. പിതാവ് എന്ത് ചെയ്തു? ദൂതനെ അയച്ച് അവനെ ശക്തിപ്പെടുത്തി. കൃപാസനത്തിലേക്ക് ചെല്ലുമ്പോൾ ലഭിക്കുന്നതാണ് എന്ത്? കൃപ. എന്തിനാ കൃപ? ഇത് ചുമക്കാൻ, ഈ ക്രൂശ് ചുമക്കാൻ, ഈ വേദന സഹിക്കാൻ, ഈ രോഗത്തെ അതിജീവിക്കാൻ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ അതിജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ധ്വനി അതാണ്. ധ്വനി എന്താ? ദൈവമേ, എന്നെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടത്തി വിടുന്നത് ശരിയാണോ? എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യണം? അല്ലേ? നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ആ ഒരു ആകത്തുക അതാണ്, എല്ലാം മാറ്റിത്തരണം. പക്ഷെ അങ്ങനെയല്ല. ഈ ക്രൂശ് ചുമക്കണം, ഈ മരണത്തിൽ കൂടെ കടന്നു പോകണം എന്നുള്ളത് പിതാവേ നിൻ്റെ ഇഷ്ടമാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ നിൻ്റെ ഇഷ്ടമാണ്, അത് നിറവേറ്റാൻ എന്നെ സഹായിക്കണം എന്നുള്ളതാണെങ്കിൽ അതിനു വേണ്ടി ശക്തിപ്പെടുത്താൻ ദൂതനെ അയച്ചു. ആ കൃപാസനത്തിലേക്ക് ചെല്ലുമ്പോൾ ലഭിക്കുന്നതാ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. അപ്പോഴെന്തുണ്ടാവും?
എല്ലാ ആവശ്യവും നടത്തി തരും. അങ്ങനെയാണോ? അടുത്ത വാക്യം എന്താ? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. കർത്താവ് ക്രൂസിലേക്ക് പോയത് എങ്ങനെയാ? നിലത്തൊക്കെ ചവിട്ടി എന്ത് ഇങ്ങനെയൊക്കെ ശപിച്ചും പെറുപെറുത്തും അല്ല. ജോസിഫസ് പറഞ്ഞ എന്താണ്? ഞാൻ ലോകത്തിൽ അനേക ക്രൂശീകരണങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു ക്രൂശീകരണം ഞാൻ കണ്ടിട്ടില്ല. സുസ്മേരവദനായി ആരെയും ശപിക്കാതെ പുലഭ്യം പറയാതെ ശാന്തവദനായിട്ട് അവിടുന്ന് ക്രൂശിൽ മരിക്കുന്ന ഒരുവനെ ഞാൻ കണ്ടിട്ടില്ല. അത് നസറായനായ യേശു മാത്രമാണ്. ഓ ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മുടെ കർത്താവ് അവിടുന്ന് നമുക്ക് എല്ലാവിധത്തിലും മതിയായ ഒരു മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിതൻ അവിടെ ഉണ്ട് സ്വർഗത്തിൽ. ഇവിടുത്തെ പുരോഹിതന്മാരൊക്കെ ഇവിടെ നശിച്ചു പോകുന്ന ആലയങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ സ്വർഗമാകുന്ന വിശുദ്ധ മന്ദിരത്തിൽ അവൻ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അവിടുന്ന് നമുക്കൊരു വലിയ സകലത്തിന് നമുക്ക് സദൃശനായി തീർന്ന, നമ്മെ ഏറ്റവും നന്നായി അറിയുന്ന ഒരു മഹാപുരോഹിതനാണ്. എല്ലാ പ്രയാസങ്ങളും ഈ പാപലോകത്തിൻ്റെ എല്ലാ പാപികളെയും ബലഹീനരെയും സഹായിക്കുവാനും കരുണ കാണിച്ച് കൃപ നൽകുവാനും യേശുവിന് കഴിയും. കാരണം പാപത്തിൻ്റെ ശിക്ഷയും അതിൻ്റെ വേദനകളും പാപലോകത്തിൻ്റെ ദുഃഖങ്ങളും അപര്യാപ്തതകളും ആവശ്യങ്ങൾ, രോഗങ്ങൾ, ഒറ്റപ്പെടൽ, ഭീഷണി, വിശപ്പ്, ദാഹം, കഷ്ടതകൾ, പീഡനങ്ങൾ, വേദനകൾ, പരീക്ഷണങ്ങൾ, ദാരിദ്ര്യം എല്ലാം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് നമുക്കൊരു മഹാപുരോഹിതനായിട്ടുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. അടുത്ത് കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. കർത്താവ് ഇങ്ങനെ ആ ഡോറുണ്ടല്ലോ ഇങ്ങനെ തുറന്നിട്ടിരിക്കുക. പഴയ നിയമത്തിൽ അത് വർഷത്തിലൊരിക്കലും മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മുടെ മഹാപുരോഹിതനുള്ള ആ കൃപാസനത്തിൻ്റെ ഡോർ എന്ത് ചെയ്തിരിക്കുക? എവറി ടൈം 24/7 ഇങ്ങനെ തുറന്നിട്ടിരിക്കുക. ആരാ വരുന്നേ? രാജു വരുന്നുണ്ടോ? ജോൺസൺ വരുന്നുണ്ടോ? ആരാ വരുന്നേ? മകനെ വാ, എന്താ നീ വരാത്തെ? നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ കൃപാസനത്തിൽ 19 മുതലുള്ള വാക്യങ്ങളിൽ ദേവാലയത്തിൽ നമുക്കൊരു മഹാപുരോഹിതനുള്ളത് കൊണ്ട് നാം ഹൃദയപരമാർത്ഥതയോടെ അടുത്ത് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. അവൻ സഹായിപ്പാൻ മതിയായവനാണ്, കരുണ കാണിപ്പാൻ മതിയായവനാണ്. പാപമാണോ പ്രലോഭനങ്ങളാണോ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നത്? കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. വേദനകളാണോ പ്രതിസന്ധികളാണോ പരീക്ഷണങ്ങളാണോ? കർത്താവിനെ പരീക്ഷിച്ചു കർത്താവ്. പക്ഷേ ആ പരീക്ഷകളിൽ കർത്താവ് വീണില്ല. മാത്രമല്ല കർത്താവ് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് മുന്നോട്ട് പോയി. ദൈവം നമ്മെല്ലാവരും സഹായിക്കട്ടെ. നമ്മുടെ മഹാപുരോഹിതൻ്റെ അടുക്കിലേക്ക് നമുക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.